തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധം പ്രതിപാദിക്കുന്ന നോവലാണ് വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ്. ഫ്രഞ്ച് ഭാഷയിൽ ഇത് ഉച്ചരിക്കുന്നത് ലേ മിഷറാബ് എന്നാണ്. 1862 പ്രസിദ്ധീകരിച്ച ലെസ് മിസറബിൾസ് ഫ്രാൻസിലെ 19-ാം നൂറ്റാണ്ടിലെ തൊഴിൽ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ഈ നോവലിന് 5 വാല്യങ്ങളും 365 അധ്യായങ്ങളുമുണ്ട്. പട്ടിണി കിടക്കുന്ന തൻ്റെ സഹോദരിക്കും കുഞ്ഞുങ്ങൾക്കും കൊടുക്കുവാൻ ഒരു കഷണം ബ്രെഡ് മോഷ്ടിച്ചതിന് 19 വർഷത്തെ തടവറയിൽ കിടന്നിട്ട് പുറത്തിറങ്ങിയ ജീൻ വാൽജീൻ എന്ന ഒരു വ്യക്തിയുടെ കഥയാണിത്. തടവറയിൽ നിന്നും പുറത്തിറങ്ങിയ ജീനിന് ആരും ജോലി കൊടുത്തില്ല. ഒരു മോഷ്ടാവായ തന്നെ സഹായിക്കുവാൻ ആരും മുൻപോട്ട് വന്നില്ല. അവസാനം ഒരു ബിഷപ്പ് ജീനിനെ സഹായിക്കുവാനും സ്വന്തമായി ചേർത്ത് നിർത്തുവാനും മുന്നോട്ട് വന്നു. എന്നാൽ ജീനിൻ്റെ മനസ്സിൽ നിറയെ വാശിയായിരുന്നു. നിസ്സാരമായ ഒരു റൊട്ടിക്കഷ്ണത്തിനു വേണ്ടി തൻ്റെ യൗവനകാലം മുഴുവനും തടവറയിൽ കഴിഞ്ഞതിൻ്റെ പക തൻ്റെ ഉള്ളിൽ നിറഞ്ഞു. തൻ്റെ മനസാക്ഷി മരവിച്ചു. ഒരു ദിവസം തൻ്റെ കൈപ്പുള്ള മനസ്സിൽ നിന്നും താൻ ഒരു മോഷണം കൂടെ നടത്തി. ഇപ്രാവശ്യം തൻ്റെ ഇല്ലായ്മ കണ്ട് തന്നെ സഹായിച്ച ബിഷപ്പിൻ്റെ വീട്ടിൽ നിന്നും വിലയേറിയ വെള്ളിപ്പാത്രങ്ങളുമായി താൻ കടന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ പോലീസ് തന്നെ പിടിച്ച് ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഈ കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഇനി തനിക്ക് വെളിയിലിറങ്ങുവാൻ സാധ്യമല്ല. എന്നാൽ തൊണ്ടി മുതലുമായി തൻ്റെ മുൻപിൽ വന്ന ജീനിനെ കണ്ടപ്പോൾ ബിഷപ്പ് പറഞ്ഞു, ഇത് ജീനിൻ്റെ തന്നെ വെള്ളിപ്പാത്രങ്ങളാണ്, ഇവ എൻ്റേതല്ല. അവൻ പോയപ്പോൾ കൊണ്ടുപോകുവാൻ മറന്നുപോയ ചിലതും കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് തൻ്റെ കൈവശമുണ്ടായിരുന്ന കുറേ വെള്ളിയുടെ വിളക്കുകളും കൂടെ ജീനിന് കൊടുത്തു. ഇത് അവൻ പോകുമ്പോൾ ഞാൻ കൊടുക്കുവാൻ വെച്ചതാണ്, ഇതും കൂടെ സ്വീകരിച്ചാലും. അങ്ങനെ ആ കുറ്റകൃത്യം തെളിഞ്ഞില്ല. എന്നേക്കും അസ്തമിച്ചു പോകേണ്ടിയ ജീനിൻ്റെ ജീവിതത്തെ ബിഷപ്പ് സ്വാതന്ത്ര്യത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. സ്വതന്ത്രനായി നടന്നു നീങ്ങുന്നതിന് മുൻപ് ബിഷപ്പ് ജീനിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്റെ ആത്മാവിനെ പിശാചിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ദൈവത്തിന് ഏൽപ്പിച്ചു. യൂറോപ്യൻ സാഹിത്യത്തിലെ വീണ്ടെടുപ്പിൻ്റെ ഏറ്റവും വലിയ കഥയാണിത്. ഇങ്ങനെ ഒരു ഉപകാരം നമുക്ക് ആരെങ്കിലും ചെയ്തുവെങ്കിൽ എത്ര വലുതായിരിക്കുമല്ലേ? എന്നേക്കും നാശത്തിലേക്ക് പോകേണ്ട നമുക്ക് നിത്യമോചനം ഒരു ശിക്ഷയും ഇല്ലാതെ തന്നാൽ നാം എത്ര സൗഭാഗ്യമുള്ളവർ ആയിരിക്കും. ചിലപ്പോൾ ചില മനുഷ്യർ നമ്മെ ഇങ്ങനെ ക്ഷമിച്ച് സ്നേഹിക്കാറുണ്ട്. ചിലപ്പോൾ ചിലർ നാം ചെയ്യാത്ത കാര്യങ്ങൾക്കായി നമ്മെ ക്രൂശിൽ കയറ്റാറുണ്ട്. ഈ ലോകത്തിൻ്റെ സ്നേഹം അതിർവരമ്പുകളിൽ ഒതുങ്ങും. ഈ ലോകത്തിൻ്റെ നീതി ഒരു അനീതിയായി വെളിപ്പെടും. ലോകത്തിൻ്റെ തീരുമാനങ്ങളാൽ നമ്മുടെ വർഷങ്ങൾ നഷ്ടപ്പെടും. ലോകത്തിലെ നീതി കളങ്കിതമായ നീതിയാണ്. എന്നാൽ കരുണയുള്ള ഒരു വിമോചനമുള്ളത് ദൈവസന്നിധിയിൽ മാത്രമാണ്. നാം ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഏറ്റെടുത്ത് നമ്മെ സ്വതന്ത്രരാക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ ദൈവസന്നിധിയിൽ വന്ന് നാം ഒന്ന് നിലവിളിച്ചാൽ നമ്മെ ആകമാനം ശുദ്ധീകരിക്കുന്ന സ്നേഹം ദൈവസ്നേഹം മാത്രമാണ്. അസത്യത്തിൻ്റെയും അനീതിയുടെയും കപടതയുടെയും അനുസരണക്കേടിൻ്റെയും ശിക്ഷയിൽ നിന്ന് സമ്പൂർണ്ണ മോചനം ദൈവസന്നിധിയിലുണ്ട്. ഈ ഭൂമിയിലെ തൊഴിലുടമകളും ചേർത്ത് നിർത്തേണ്ടി വരും. അനീതിയോടുകൂടെ പെരുമാറുമ്പോൾ നിരാശരാകരുത്. ദൈവസന്നിധി സ്നേഹിത നിനക്കായി കാത്തിരിക്കുന്നു. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു.